ബാഴ്സലോണയും ഇന്റർ മിലാനും തമ്മിലുള്ള രണ്ടാം ലെഗ് സെമി പോരാട്ടത്തിനായി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 12:30 സാൻസിറോയിലാണ് പോരാട്ടം. ആദ്യ ലെഗ് വളരെ ആവേശകരമായിരുന്നു. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഒരു ത്രില്ലർ ഫിലിമിനെ അനുസ്മരിപ്പിക്കുന്ന പോരാട്ടമായിരുന്നു. 3-3 സമനിലയിൽ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാം ലെഗ് സെമി പോരാട്ടം ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിരിക്കുകയാണ്. കാരണം എന്തും സംഭവിക്കാം. ഒരു ഓപ്പൺ മാച്ച് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, രണ്ട് ടീമിനും ശക്തിയുണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്. കാരണം രണ്ട് ടീമിന്റെയും ശക്തി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബാഴ്സലോണയുടെ ഒന്നാന്തരമായുള്ള മുന്നേറ്റ നിര, അവരുടെ വൈവിധ്യം, താരങ്ങളുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ഇന്ററിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഒന്ന് ഫിസിക്കാലിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം അവരുടെ ഒരു സ്ട്രാറ്റജിക്കലി എങ്ങനെ അവരുടെ ഒരു ടാക്ടിക്സ് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇൻസാഗി എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു പിടി താരങ്ങളാണ് ഇന്റർ മിലാന്റെ ശക്തി. പിന്നെ സാൻസിറോയിലാണ് രണ്ടാം ലെഗ്. അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയൊക്കെ പറയുമ്പോൾ ഒരു 50-50 ചാൻസ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരിക്കലും ബാഴ്സലോണയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസും ആ ഒരു നിരയുടെ വലിയ ഒരു മികവും കണ്ട് മാത്രം നമുക്ക് ഈ ഒരു മത്സരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ശരിക്കും ഒരു 50-50 മാച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രണ്ട് ടീമിനും തുല്യ സാധ്യതയാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണ്. ബാഴ്സലോണയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മിക്കവാറും റോബർട്ട് ലെവൻഡോസ്കി കളിക്കും എന്നുള്ളതാണ്. കാരണം ലെവൻഡോസ്കിയുടെ അഭാവം ഫസ്റ്റ് ലെഗിൽ ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയെ ശരിക്കും ബാധിച്ചിരുന്നു. കാരണം ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ബാഴ്സയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ യമാൽ ആണെങ്കിലും റഫീനി ആണെങ്കിലും അവരുടെ പെദ്രിയെ പോലുള്ള ഒന്നാന്തരം പ്ലേയേഴ്സിന്റെയൊക്കെ സാന്നിധ്യം അവർക്ക് അതുകൊണ്ട് ചാൻസസ് ക്രിയേറ്റ് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ സ്കോറിംഗിൽ ഫൈനൽ തേർഡിൽ പലപ്പോഴും ക്ലിനിക്കലാവുന്നതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ബാഴ്സലോണയ്ക്ക് ഉണ്ട്. സമീപകാലത്തെ പല മത്സരങ്ങളും നോക്കുമ്പോൾ കിട്ടുന്ന ചാൻസസ് യൂട്ടിലൈസ് ചെയ്യാൻ പലപ്പോഴും ബാഴ്സലോണയ്ക്ക് സാധിക്കുന്നില്ല. അപ്പൊ അത് ലെവൻഡോസ്കിയെ പോലുള്ള ഒരു പ്ലെയർ വരുമ്പോൾ ആദ്യ ലെഗിലെ ആ ഒരു അഭാവം ലെവൻഡോസ്കി തിരിച്ചെത്തുകയാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെ. ഇന്ററിന്റെ ഡിഫൻസിന് വലിയ ഒരു ബുദ്ധിമുട്ട് നൽകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. കാരണം ലെവൻഡോസ്കി ഒരു ഭാഗത്ത്, റഫീനിയ, പിന്നെ ലെമിനെ, യമാൽ. അപ്പൊ ഈ ഒരു സാധ്യത ബാഴ്സലോണയ്ക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് നൽകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ലെവൻഡോസ്കി കളിക്കും എന്നുള്ള സൂചനയാണ് ഹാൻസി ഫ്ലിക്ക് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ബാഴ്സലോണയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണയുടെ ഡിഫൻസ് ശരിക്കും എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഫുൾ ബാക്കുകൾ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൂണ്ടെ പരിക്കേറ്റ് പുറത്തുപോയി. അപ്പോൾ കൂണ്ടെ എന്തായാലും ഈ ഒരു മത്സരത്തിലും കളിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് രണ്ടാം ലെഗിനും. കാരണം അങ്ങനെ അദ്ദേഹത്തിന്റെ പരിക്കിനെ കുറിച്ച് ഒരു കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. അപ്പം അനലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ടീമിന്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പം കൂണ്ടയുടെ ഒരു പ്രോബ്ലം, കൂണ്ടയുടെ ഒരു അഭാവം, അത് ബാഴ്സലോണയ്ക്ക് ഒരു തിരിച്ചടിയായിരിക്കും. പിന്നെ ബാൽദെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. ബാൽദെ ഈ ഒരു രണ്ടാം ലെഗിൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പം ബാൽദയുടെയും കൂണ്ടയുടെയും അഭാവം വരികയാണെങ്കിൽ അത് ബാഴ്സലോണയ്ക്ക് ശരിക്കും ഒരു പ്രശ്നം തന്നെയായിരിക്കും. ഡിഫൻസ് ബാഴ്സലോണയ്ക്ക് ഒരു ഇഷ്യൂ തന്നെയാണ്. പലപ്പോഴും ഇന്റർ കറക്റ്റ് ആയിട്ട് തന്നെ ബാഴ്സലോണയുടെ ഹൈലൈൻ ഡിഫൻസിനെ മറികടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഫ്ലിക്കിന്റെ ഒരു പ്രധാന ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രധാന ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഹൈലൈൻ ഡിഫൻസ് ആണ്. അപ്പോൾ ആ ഒരു ഹൈലൈൻ ഡിഫൻസിനെ നല്ല രീതിയിൽ തന്നെ മാസ്റ്റർ ചെയ്യാൻ ഇന്റർ മിലാന്റെ കൗണ്ടർ അറ്റാക്കിന് സാധിച്ചിരുന്നു. ഇന്റർ മിലാന്റെ താരങ്ങൾ തുറാമ ആണെങ്കിലും ഡംഫ്രീസ് ആണെങ്കിലും അവരെല്ലാം അത് മറികടന്ന് സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്റർ മിലാന്റെ ഡിഫൻസും ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്റർ മിലാന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലോ ബ്ലോക്ക് ഡിഫെൻഡിങ്, അതിനൊപ്പം കൗണ്ടർ അറ്റാക്കുകളാണ്. കൗണ്ടർ അറ്റാക്കുകൾ മാത്രമല്ല, സെറ്റ് പീസുകളിലും അവർ വളരെ ഡേഞ്ചറസ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ 3 ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിൽ 2ഉം സെറ്റ് പീസുകളിൽ നിന്നാണ്. അപ്പം ഹൈറ്റ് ഉള്ള നല്ല ഫിസിക്കാലിറ്റി ഉള്ള പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇന്റർ മിലാന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ സാൻസിറോയിലാണ് മത്സരം. അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്. ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിൽ വെറും 3 ഗോളുകൾ മാത്രമാണ് 6 ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങളിൽ നിന്ന് ഇന്റർ സാൻസിറോയിൽ വഴങ്ങിയിരിക്കുന്നത്. ഒരു ഇലക്ട്രിഫൈങ് ആയുള്ള ഒരു ആംബിയൻസിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ പോയി ഒരു മികച്ച പോരാട്ടം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് തന്നെയായിരിക്കും ഇൻസാഗിയുടെ ടീം ഇറങ്ങുക. കാരണം 2 വർഷം മുമ്പ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ കാലിടറിയ ടീമാണ്. അപ്പൊ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെ അവർ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ടീമൊക്കെ റൊട്ടേറ്റ് ചെയ്താണ് ഇന്റർ മിലാൻ ആണെങ്കിലും അതുകൂടാതെ ബാഴ്സലോണ ആണെങ്കിലും കഴിഞ്ഞ ലീഗ് മത്സരങ്ങളിൽ ഇറക്കിയത്. ഇപ്പൊ ബാഴ്സലോണയുടെ പല പ്രമുഖ താരങ്ങൾക്കും വിശ്രമം നൽകി. അതുപോലെ തന്നെ ഇന്റർ മിലാന്റെ പല പ്രമുഖ താരങ്ങൾ, ഒട്ടുമിക്ക താരങ്ങൾക്കും വിശ്രമം നൽകി. രണ്ട് ടീമുകൾക്കും ലീഗ് മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ട് ടീമുകൾക്കും ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ബാഴ്സലോണയുടെ ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ എന്ന് പറയുന്നത് യമാലാണ്. നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇൻസാഗി തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ മത്സരത്തിന് ശേഷം യമാലിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. 3 താരങ്ങളെയൊക്കെ പലപ്പോഴും അതിനുവേണ്ടി നിയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്കെന്ന് അദ്ദേഹം തൻ്റെ ആ ഒരു ആശങ്ക പങ്കുവെച്ചിരുന്നു. അപ്പോൾ യമാലിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അത് തന്നെയായിരിക്കും മത്സരത്തിൻ്റെ ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ പോകുന്നത്. യമാലിനെ എങ്ങനെ പൂട്ടാൻ പറ്റുമെന്നുള്ള. അപ്പൊ ഡിമാർക്കോയ്ക്കും ബെസ്റ്റോണിക്കും ഒന്നും കഴിഞ്ഞ മത്സരത്തിൽ
കാര്യമായിട്ടൊന്നും ചെയ്യാൻ വലിയ തോതിൽ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പം ഇൻസാഗി എന്തൊക്കെ ഒരു ഡിഫറെൻറ്റ് ടാക്ടിക്സ് ഒക്കെ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ടാക്ടിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് ഇൻസാഗി. പിന്നെ ഫ്ലിക്കിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഓൾറെഡി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഈ രണ്ട് കോച്ചുമാരുടെയും ഒരു ടാക്ടിക്കൽ ബ്രില്യൻസിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു മാറ്റുരയ്ക്കൽ കൂടി ആയിരിക്കും രണ്ടാം ലെഗ് സെമി പോരാട്ടം എന്നുള്ളതാണ്. ഇന്റർ മിലാന്റെ നായകനും മെയിൻ ഗോൾ സ്കോററുമായ സൂപ്പർ താരം ലൗട്ടാരോ മാർട്ടിനസിന്റെ അഭാവം അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ടീമിന്. കാരണം കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. തിരിച്ചു വരാനുള്ള ഒരു സാധ്യത, അതായത് ഈ ഒരു മത്സരത്തിൽ രണ്ടാം ലെഗ് സെമിയിൽ കളിക്കാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിനൊപ്പം പവാഡിനും കളിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ മത്സരത്തിലും പവാഡ് കളിച്ചിരുന്നില്ല. അപ്പോൾ പവാഡിന്റെ അഭാവം ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പവാഡിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ആയ പ്ലെയർ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ബിസക്കിന്റെ പെർഫോമൻസ് അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല. അപ്പം അതും ഒരു തിരിച്ചടി തന്നെയാണ് ഇന്റർ മിലാനെ സംബന്ധിച്ച്. മിക്കവാറും ലൗട്ടാരോ ഇല്ലെങ്കിൽ ലൗട്ടാരോയ്ക്ക് പകരം ഫ്രെറ്റേസിയോ തരേമിയോ കളിക്കാനാണ് സാധ്യത. ഇങ്ങനെയാണ് ഒരു ടീമിന്റെ നിലവിലെ ഒരു ഘടന. അപ്പൊ എന്തായാലും ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആർക്കാണ് മുൻതൂക്കം? തുല്യശക്തികളുടെ പോരാട്ടമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ആര് ഫൈനലിൽ കടക്കാനാണ് കൂടുതൽ സാധ്യത? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.